ലോകകപ്പിന്റെ ആരവം അവസാനിച്ചിരിക്കുകയാണ്. അർജന്റീനയ്ക്ക് ഒരു ഗോളിന് പരാജയപ്പെടേണ്ടി വന്നു. അർജന്റീനയുടെ വലിയ ആരാധകനാണ് പി സന്തോഷ് കുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. എം പിമാരെല്ലാവരും കൂടി ഫുട്ബോൾ കണ്ടു. വിധി പ്രതികൂലമായി. എങ്ങനെ നോക്കിക്കാണുന്നു ഈ മത്സരം? വിധിയല്ല, അർജന്റീനയുടെ പ്രകടനം സമീപകാലത്തെ ഏറ്റവും മോശം പ്രകടനം. ഈ ലോകകപ്പിൽ ഏറ്റവും മോശം കളി കളിച്ചു. കാര്യമായ ഒരു അറ്റംപ്റ്റ് നടത്തിയില്ല. ഇതൊരു കപ്പ് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി കളിക്കുന്നതാണോ എന്ന് തോന്നാത്ത കളി കളിച്ചു. ടീമിനോട് ആരാധന ഉണ്ടെങ്കിലും ഗ്രൗണ്ടിൽ അവർ ഒരു കളിയും കളിച്ചില്ല എന്നുള്ളതാണ്. ഇത്ര മോശപ്പെട്ട ഒരു മെസ്സിയെയും അർജന്റീന ടീമിനെയും ഞാൻ എൻ്റെ ഈ മാച്ച് ഈ വേൾഡ് കപ്പ് കണ്ടിട്ടേ ഇല്ല. അർജന്റീനൻ ടീമിൻ്റെ ഇതുവരെയുള്ള പ്രകടനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വേഴ്സ്റ്റ് എവർ അർജന്റീനൻ മാച്ചാണ്. അതുകൊണ്ട് അവർ അർഹിക്കുമ്പോൾ തോൽവിയാണ്. യഥാർത്ഥത്തിൽ കൂടുതൽ ഗോളുകൾക്ക് തോക്കേണ്ടതായിരുന്നു. ഞാൻ ഇന്നത്തെ മാൻ ഓഫ് ദ മാച്ച് എന്ന് പറയുന്നത് മാർട്ടിനസ് ആണ്, റെഫറിയാണ്, ഐ മീൻ ഗോൾ കീപ്പറാണ്. അല്ലായിരുന്നെങ്കിൽ പിന്നെ ചെറിയ ഇതൊക്കെ ഉണ്ട്. പിന്നെ അർജന്റീനയെ സഹായിക്കാൻ വേണ്ടി നടത്തി എന്നൊക്കെ പറയുന്ന ആരോണൊക്കെ പോയതിൻ്റെ സന്തോഷമുണ്ട്. പക്ഷേ നന്നായി സ്പെയിൻ കളിച്ചു, അവർ കപ്പടിച്ചു. ആദ്യം മുതലേ മെസ്സി സംഘവും നിരാശയാണ് സമ്മാനിച്ചത്. പക്ഷേ എങ്കിലും അവസാന നിമിഷം 83-ാം മിനിറ്റ് ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ 83-ാം മിനിറ്റ് മാജിക് പ്രതീക്ഷിച്ചു, എല്ലാ പ്രധാനത്തെയും പോലെ മാജിക് പ്രതീക്ഷിച്ചു. പക്ഷേ ഇത്തവണ അവസാനവും കടുത്ത നിരാശയിൽ മടങ്ങേണ്ടവരെയാണ്. ഫൈനലിൽ നമ്മുടെ സ്പെയിൻ ജയിക്കും. അതുപോലെ മെസ്സി ഗോളടിക്കും, ഒരു ഗോളെങ്കിലും മെസ്സി അടിക്കും എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം 38-ാം വയസ്സിൽ ഗോൾഡൻ ബൂട്ട് ധരിച്ച ഒരാളായിട്ട് മെസ്സിയെ കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞു, പാർലമെന്റിൽ വന്ന മുഴുവൻ മെമ്പർമാരും എൻ്റെ ഒന്നിച്ചിരുന്നവരും എല്ലാവരും അർജന്റീനയാണ് ജയിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സ് പറയുന്നത് സ്പെയിൻ ജയിക്കുന്നതാണ്. കാരണം സ്പെയിനിന് നല്ല ടീമുണ്ട്, നല്ല യോജിപ്പോടുകൂടി കളിക്കാനുള്ള ആ ഒരു പരിശ്രമമുണ്ട്. അതുകൊണ്ട് സ്പെയിൻ ജയിക്കും എന്ന് ഞാൻ പറഞ്ഞു. അത് എൻ്റെ ഇന്നലെയും ഞാൻ പറഞ്ഞു, ഇന്നും പറഞ്ഞു. ഈ പ്രവചനം വിജയിക്കും എന്ന് തോന്നാണ്ടായ ഒരു പ്രധാന കാരണം എന്താണ്? തോന്നാനുണ്ടായ കാരണം എന്ന് പറയുന്നത് സ്പെയിൻ നല്ല കളിയാണ്. അതേസമയത്ത് അർജന്റീന സെമി ഫൈനൽസിൽ ജയിക്കാൻ യഥാർത്ഥത്തിൽ മെസ്സി മാത്രമേ കാരണമായിട്ടുള്ളൂ. മെസ്സിയുടെ ഒരു മാജിക്കൽ പാസ് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ജയിച്ചത് അർജന്റീന. അല്ലെങ്കിൽ അർജന്റീന ജയിക്കുമായിരുന്നില്ല, ഇംഗ്ലണ്ട് ജയിക്കുമായിരുന്നു. ഇത്തവണത്തെ ലോകകപ്പിൽ ഈ ഗോൾഡൻ ബൂട്ടിന്റെ ഒരു മത്സരം പിന്നെ തന്നെ മെസ്സിയുടെ ഭാഗത്ത് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചതല്ല. ആദ്യം തന്നെ ഹാട്രിക്ക് നേടി, പിന്നെ വളരെ ഘട്ടത്തിൽ 8 ഗോളോടുകൂടി എംബപ്പയ്ക്കും ഒക്കെ ഒപ്പം ടോപ്പ് സ്കോറർ പട്ടികയിൽ നിന്നു. അവസാനം ലൂസേഴ്സ് ഫൈനലിൽ അടിച്ച 2 ഗോളിലാണ് എംബപ്പ മെസ്സിയെ മറികടന്നത്. ഇന്ന് സ്പെയിനെതിരായിട്ട് 2 ഗോൾ അടിച്ച് ഗോൾഡൻ ബൂട്ടിന് അർഹത മെസ്സി നേടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. മെസ്സിയുടെ ഈ പ്രായത്തിൽ സാധ്യമായൊരു കാര്യമല്ല, വിശേഷിച്ച് സ്പെയിനെ പോലുള്ളൊരു ടീമിൻ്റെ മുമ്പിൽ. അപ്പോൾ ഇനി ഈ ടൂർണമെന്റിന്റെ കളിക്കാരനാര് എന്നുള്ള ചോദ്യം വരുമ്പം നിശ്ചയമായും ആ പരിഗണനയ്ക്ക് മെസ്സിക്ക് അർഹതയുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന എം പിമാരോടെല്ലാം നമ്മൾ ഈ അഭിപ്രായങ്ങൾ ചോദിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിൽ നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ നിരവധി പേരാണ് എം പിമാർക്കൊപ്പം ഇതിൻ്റെ കാഴ്ചകൾ കാണാൻ ഈ ഫുട്ബോളിൻ്റെ ഫൈനൽ മത്സരം കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരുന്നത്. നിരാശ ഒരു വശത്ത്, മറുവശത്ത് സന്തോഷം, അപ്രതീക്ഷിതമായ അട്ടിമറി എന്നൊക്കെ പറയാമെങ്കിലും പക്ഷേ സ്പെയിനിൻ്റെ ബോൾ പൊസിഷനിങ്ങും അതോടൊപ്പം തന്നെ അവർ അറ്റാക്ക് ചെയ്ത് കളിച്ച ആ രീതിയും എല്ലാം തന്നെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ ഒരു പ്രകടനം അല്ലെങ്കിൽ ഈ ഒരു ഫൈനൽ മത്സരം മികവുറ്റ ഒരു ദൃശ്യവിരുന്നായി എന്ന് തന്നെ വേണം പറയാൻ. ക്യാമറാമാൻ ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.